ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും മിസ്സസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കല്ലേ. ഈ വീഡിയോ എടുത്തിട്ട് ഒത്തിരി നാളായി കേട്ടോ. ഒത്തിരി നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5-6 മാസമായി ഞങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ പുറത്ത് പോയ ഒരു ചെറിയ വീഡിയോ ആണിത്. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുന്നവർക്കറിയാം, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്ടോബറിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ പുറത്ത് പോയി. ആ പുറത്ത് പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് ഇത്. അന്ന് തന്നെ 1-2 ചെറിയ ഫാമിലി പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ടാണ് ഞങ്ങൾ തൃപ്പരപ്പിലോട്ട് തിരിക്കുന്നത്. പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടാണെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ പോയതാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ വീഡിയോ എടുത്തിട്ടു, പക്ഷേ ഇടാനായിട്ട് തോന്നിയില്ലെന്നല്ല, ഞങ്ങൾ ഇട്ടില്ല, അതാണ് സത്യം കേട്ടോ. എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചു, വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് നിങ്ങൾ പുറത്ത് പോയില്ലേ എന്ന്. ഞങ്ങൾ അന്നൊന്നും നമ്മളെ ഇട്ടില്ല. പിന്നെ ഏട്ടൻ പോകുന്നതിൻ്റെ തിരക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസൊന്നും ഇടാനായിട്ട് തോന്നിയില്ല. അങ്ങനെയാണ് ഇടാത്തത്. പിന്നെ ഇടയ്ക്കൊരു നല്ല ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കും ഈ വീഡിയോയുടെ കാര്യം അങ്ങ് വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഈ വീഡിയോ ഫോണിൽ കിടക്കുന്നത് കണ്ടത്. അങ്ങനെയാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ തൃപ്പരപ്പിലോട്ട് പോയ വഴിക്ക് നമ്മൾ കണ്ട കാഴ്ചകളൊക്കെയാണ്. ഞങ്ങൾക്ക് ശരിക്കും വഴി അറിയില്ലായിരുന്നു. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോയത്. ഞങ്ങളിതിന് മുമ്പ് പോയിട്ടുണ്ട്. അത് ബൈക്കിലൊന്നുമല്ല കേട്ടോ. ഞങ്ങളല്ലാതെ ഫാമിലിയായിട്ട് ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം ഉണ്ടായിരുന്നു. അവരോടൊപ്പം കല്യാണം കഴിഞ്ഞ ടൈമിൽ പോയതാണ്. അപ്പോഴേ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒരു ദിവസം അല്ലാതെ, അവിടെ പ്ലേസൊക്കെ കാണാൻ നല്ല സൂപ്പറല്ലേ, അപ്പോൾ ഒരു ദിവസം അല്ലാതെ പോകണമെന്ന് ഞങ്ങൾ കരുതിയതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എങ്ങോട്ട് പോകാം എന്നുള്ള ഒരു പ്ലാൻ വന്നപ്പോൾ, എന്നാൽ പിന്നെ തൃപ്പരപ്പ് തന്നെ പോവാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചതും പെട്ടെന്നാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങളത് അവിടെ എത്തി. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇത് അവിടെയുള്ള കാഴ്ചകളാണ് കേട്ടോ. തൃപ്പരപ്പ് ആ വെഹിക്കിൾസൊക്കെ പാർക്ക് ചെയ്യുന്ന പ്ലേസിലുള്ള കാഴ്ചകളാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നല്ല ക്ലൈമറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ ആ ഡാമിലല്ല, ഞങ്ങൾ ആ വാട്ടർ ഫാൾസിലോട്ട് പോകുന്ന വഴിക്ക് കാണുന്ന ഷോപ്പൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പോയതുകൊണ്ട് തന്നെ നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങളല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ പോകും, ജസ്റ്റ് ഞങ്ങൾക്ക് അവിടെ സ്ഥലമൊക്കെ കാണണം, ആ ഒരു ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ പോയി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒക്ടോബർ 29-നാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അന്നൊരു സൺഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ഇത്ര തിരക്കുണ്ടാവാറില്ലല്ലോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോകും, മുതിർന്നവരൊക്കെ ജോലിക്ക് പോകും. അന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കണം നല്ല തിരക്കുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അവിടെ വാട്ടർ ഫാൾസ് കാണാൻ, വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല വ്യൂ ആണ്, നല്ല മനോഹരമാണ്. നമ്മൾ ഈ സത്യം പറഞ്ഞാൽ വീഡിയോയിലൂടെ കാണുന്നത് പോലെയൊന്നുമല്ല കേട്ടോ. നമുക്ക് വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ജസ്റ്റ് എടുത്തിട്ടാണ് നമുക്കത് കാണുമ്പം നമ്മളന്ന് കണ്ടതാണെന്ന് ഓർക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ ശരിക്കും കാണുന്ന ഒരു ഫീലൊന്നും നമുക്ക് വീഡിയോയിലൂടെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നല്ല കാഴ്ചയാണ്. എന്ന് വെച്ചാൽ ഈ വെള്ളം വരുന്നതും അവിടുത്തെ പ്ലേസും അവരുടെ സെറ്റിങ്സും എല്ലാം നല്ല മനോഹരമാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, എനിക്കറിയാം വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എത്രത്തോളം അതിൻ്റെ ഭംഗി കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു കുറച്ച് സമയമൊക്കെ വീഡിയോ എടുത്തു. പിന്നെ മുമ്പ് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയായിരുന്നു അവിടെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇതിന് മുമ്പ് പോയ സമയത്ത് നമ്മൾ അവിടെ ഇറങ്ങി കേട്ടോ. ആ വെള്ളത്തിൽ അന്ന് ഇത്ര ഒരു ഒഴുക്കില്ലായിരുന്നു, വെള്ളം കുറച്ച് കുറവായിരുന്നു. ഇത് ഞങ്ങൾ തീരെ അടുത്ത് പോയില്ല കേട്ടോ. ഞങ്ങൾ ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വണ്ടിയിൽ കയറിയതിന് ശേഷമാണ് നമ്മൾ തൃപ്പരപ്പ് പോകാമെന്ന് തന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ ജസ്റ്റ് ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പം നമ്മളതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ടു ആസ്വദിച്ചു, അതാണ് സത്യം. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ പാർക്കുണ്ട് കുട്ടികളുടെ. അപ്പം ഞങ്ങൾ 2 പേരുമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ സമയം കണ്ടു. ഇതിന് മുന്നത്തെ ദിവസം പോയെങ്കിലും അന്ന്
റിലേറ്റീവ്സ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അന്ന് കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവരോടെയൊക്കെ അല്ലാതെയൊക്കെ കളിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെയാണ് നടന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാം വീക്ഷിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ കുട്ടികളവിടെ പാർക്കിൽ വന്ന് കളിക്കുന്നതും, അപ്പോൾ പാർക്കിൽ കയറാനായിട്ട് വാശി പിടിക്കുന്നതും എല്ലാം നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആസ്വദിച്ചു അവിടെ ഇരുന്ന് ആ കാഴ്ചകളൊക്കെ. അതാണ് സത്യം. പിന്നെ ഏട്ടനാണെങ്കിൽ അവിടെ പോയി നിന്ന് നോക്കുന്നുണ്ട്. കുട്ടികളുടെ തിരക്കൊക്കെ മാറിയപ്പോൾ ഏട്ടനാണെങ്കിൽ അവിടെ പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ ഇത് നമ്മളവിടെ നിന്ന പാർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡാണ്. അങ്ങനെ അപ്പോൾ നല്ല മനോഹരമാണ്, കാഴ്ചകളെല്ലാം നല്ല മനോഹരമായിരുന്നു. നല്ല തണുത്ത കാറ്റ്, കാരണം വെള്ളച്ചാട്ടവും വെള്ളത്തിൻ്റെ ഒഴുക്കും എല്ലാം കൂടെ ആയപ്പോൾ നല്ല ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു അവിടെ. നമുക്ക് സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. പിന്നെ കുറേ ദൃശ്യങ്ങളൊന്നും ഞങ്ങൾക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല കേട്ടോ. കുറേയൊക്കെ അതങ്ങനെയാണല്ലോ, നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുമല്ലേ. അത് പോയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളെപ്പോഴും നമ്മൾ ക്യാമറയിൽ പകർത്തുന്നത്. ഞാനങ്ങനെയാണ് കേട്ടോ, നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു യാത്ര പോയിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുമെന്നറിയോ, ആദ്യം ഞാൻ എല്ലാം കാണും. ഞാൻ കണ്ടിട്ടേ ക്യാമറ എടുക്കും, വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ സമയം ഞങ്ങളവിടെ ഇരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ കപ്പിൾസ് അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. കാരണം ഒരു സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പം നമ്മുടെ മെമ്മറിയിൽ എന്നും അത് ഓർത്ത് വെക്കാനല്ല, ഓർമ്മ കാണും. പക്ഷെ നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയിലേക്ക് എടുത്ത ഫോട്ടോസാണ്. അതൊരു പ്രത്യേക ഫീലല്ലേ അതിന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി വീഡിയോ എടുക്കുന്നതിനേക്കാളും വേറെ നമ്മൾ സെൽഫിയാണ് എടുത്തതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഇതെല്ലാം നമ്മൾ സെൽഫി എടുത്തതാണ് കേട്ടോ. സെൽഫി എടുത്തപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് ഓണാക്കി വെച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ നല്ല രസമായിരുന്നു. എല്ലാവരും പോയിട്ടുണ്ടാവുമല്ലേ, കാരണം ഫേമസ് ആയിട്ടുള്ള പ്ലേസ് അല്ലേ, അപ്പം എല്ലാവരും പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ഞങ്ങളധികം ദൂരോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. ഞങ്ങളിവിടെ അടുത്തൂടെയുള്ള പ്ലേസിലൊക്കെ മാത്രമേ ഞങ്ങൾ ഇതുപോലെ ട്രിപ്പൊക്കെ പോയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസാണിത്. കുട്ടികൾക്കാണെങ്കിൽ കളിക്കാം, പിന്നെ മുതിർന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ആസ്വദിക്കാം. പിന്നെ വല്ല കഥയോ കവിതയൊക്കെ എഴുതുന്നവർക്ക് എന്ത് ചെയ്യാം, ആ വെള്ളച്ചാട്ടം നോക്കിയിരുന്നോ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് ഒരു പുഴ തന്നെയാണെന്ന് എനിക്കറിയില്ല, അത് ഒരു അരുവി പോലൊരു സംഭവമുണ്ട്. അപ്പം അവിടെ നോക്കിയിരുന്ന് കഥ എഴുതാം. അങ്ങനെ പിന്നെ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾ എന്തായാലും പോവാത്തൊരു ദിവസം പോയി നോക്കണം കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ പോകുന്നത് തൊട്ടതിൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലമാണ്. അവിടെ ഈ വെള്ളം കെട്ടി നിർത്തിയിരിക്കില്ലേ, ഡാം, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സിപ്പപ്പ് കണ്ടോ നിങ്ങൾ, ഞങ്ങളുടെ ഷോർട്ട് വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം കേട്ടോ. ഈ സിപ്പപ്പിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ആ ഡാമിലോട്ട് കയറുന്ന വഴിയാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി ചെന്ന് മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം അവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നിന്നാണ് താഴെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വെള്ളം ഒഴുകിയെത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാരണം കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ പോയെന്ന് പറഞ്ഞില്ലേ, അന്ന് ഞങ്ങളിതൊന്നും കണ്ടില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ അവിടെ കുറേ സമയം ഇരുന്നു കേട്ടോ. ഞങ്ങൾ 2 പേരിട്ടില്ലേ പോയത്. അപ്പം എന്ത് ചെയ്തു, കുറേ സമയം ഞങ്ങൾ ഇരുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴാണ്, വെറുതെ ഒന്ന് നടന്നു നോക്കാം, കാരണം വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം വെറുതെ ഒന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞ് പോയപ്പോഴാണ് ഇത് കണ്ടത്. ഞങ്ങൾ കയറി നോക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് ആ വെള്ളച്ചാട്ടത്തെക്കാട്ടിലും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. കാരണം നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ കുട്ടികളൊക്കെ ഇരുന്ന് കുളിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഡ്രസ്സൊക്കെ കൊണ്ടുവന്നെങ്കിൽ നമുക്കും അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ ആസ്വദിച്ച് നടന്നു. ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ, കാരണം വെള്ളവും വെള്ളച്ചാട്ടവും ഇഷ്ടമല്ലാത്തവർ ആരുമില്ല. പിന്നെ നമ്മളെപ്പോഴും സൂക്ഷിച്ച് വേണം നിൽക്കാനായിട്ട്. ഇതുപോലെയൊക്കെ പോകുമ്പോഴേ നമ്മൾ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേണം നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങാൻ. ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതിലൊന്നും ഇറങ്ങാൻ നിൽക്കരുത്. നമ്മളും അതുകൊണ്ടാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സൊന്നും നോക്കത്തില്ലായിരുന്നു, ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല, കണ്ടുകൊണ്ട് അങ്ങനെ നടന്നു.
കണ്ടോ ഒത്തിരി ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെയൊന്നും ഇറങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ അല്ലാതെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇത് കണ്ടോ, നമുക്ക് ഇതൊരു കഥയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ടാണ് ഞങ്ങൾ ശരിക്കും അന്ന് കണ്ടത് അതിനെ. അന്നല്ല ഇന്നും അത് അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആരെന്നൊന്നും അറിയില്ല, അവർ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പാസ് എടുത്തതാണ്. അവർക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ അത്. ആ വ്യക്തിയെ ഞങ്ങൾക്കറിയില്ല, ആ വ്യക്തിക്ക് ഞങ്ങളെയും അറിയില്ല. ഈ വീഡിയോ അയാൾ കാണുമെന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ കാണുകയാണെങ്കിൽ അയാൾക്ക് നമ്മൾ ഓർമ്മയുണ്ടാകുമെന്നും അറിയില്ല. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഗിഫ്റ്റാണത്. ഞങ്ങൾ അവിടെ നമ്മൾ പാസ് എടുക്കാൻ വേണ്ടി കയറി ചെന്നപ്പോൾ ഞങ്ങൾക്കവർ ബോട്ടിങ്ങിന് വേണ്ട പാസ് തരാൻ നിന്നതാണ്. അപ്പോൾ ബോട്ടിങ്ങിന് റേറ്റ് കൂടുതലാണ്. നമ്മൾ ഈ വാട്ടർഫാൾസ് കാണാൻ പോവുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതുകൊണ്ട് എന്ത് ചെയ്തു, വാട്ടർഫാൾസിൻ്റെ പാസ് മാത്രമേ എടുത്തുള്ളൂ. അതാകുമ്പോൾ ഒരാൾക്ക് 10 രൂപയോ 20 രൂപയോ അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. ബോട്ടിങ്ങിനാണെങ്കിൽ 100 രൂപയുണ്ട്. അപ്പോൾ നമ്മൾ 2 പേരുണ്ടല്ലോ, ഞങ്ങളതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു പോയി. ഇവിടെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഒരാൾ ഞങ്ങൾക്ക് എന്താ, ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ വന്നപ്പോൾ നിങ്ങൾ ബോട്ടിൽ കയറുന്നോ എന്ന് ചോദിച്ചു. ഞങ്ങൾ വിചാരിച്ചെന്തോ അല്ലാതെ ഈ ബോട്ട് സർവീസിൻ്റെ ആൾക്കാരുണ്ടല്ലോ, അവർ നമ്മുടെ അടുത്ത് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ കയറുന്നെങ്കിൽ കയറിക്കോ എന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാണ്. അപ്പോഴാണ് ശരിക്കും അറിയുന്നത് അവർ എടുത്തിട്ട് തിരിച്ച് പോകാൻ നിൽക്കുകയായിരുന്നു കയറാതെ. അങ്ങനെ കിട്ടിയതാണത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് ദൈവമായിട്ട് തന്ന ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഞങ്ങളതിനെ കാണുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനുള്ളൊരു അവസരം കിട്ടില്ലായിരുന്നു. കാരണം ആ പാലത്തിൻ്റെ മുകളിലൂടെ നടന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് കൊതിച്ചിരുന്നു ആ വെള്ളത്തിലൊന്ന് ഇറങ്ങാൻ. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഇറങ്ങാത്തതാണ് കേട്ടോ. പിന്നെ ഇത് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ബോട്ടിൽ കയറാൻ പറ്റി. പിന്നെ അരമണിക്കൂറാണ് ഒരു ബോട്ടിൻ്റെ സമയം. പക്ഷേ നമുക്ക് അരമണിക്കൂറല്ല കേട്ടോ, നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു. കുറേ സമയം ഞങ്ങൾ അതിലിരുന്ന് സ്പെൻഡ് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ ബോട്ടിൽ വെച്ച് തന്നെ 2-3 കപ്പിൾസിനെ പരിചയപ്പെട്ടു. അങ്ങനെ നല്ല സൂപ്പറായിരുന്നു. 2 ടൈപ്പ് ബോട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇതുപോലെ 2 പേർക്കിരുന്ന് തുഴഞ്ഞു പോകുന്ന ടൈപ്പും, പിന്നെ അല്ലാതെ വള്ളമില്ലേ, നോർമൽ വള്ളം, അതിൽ അവർ തന്നെ അവിടെ ആളുണ്ട്, അവർ നമ്മളെ കൊണ്ടുവിടും. അപ്പം ഞങ്ങളിതാണ് കേട്ടോ സെലക്ട് ചെയ്തത്. കാരണം ഇതാകുമ്പം നമുക്ക് മിണ്ടിയും പറഞ്ഞും ഒക്കെ ഇരുന്ന് നമ്മൾ 2 പേരായിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. എന്തായാലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അത്. കാരണം ഇങ്ങനെയൊന്നും ഇതിനു മുമ്പ് ഞങ്ങൾ 2 ആളും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്ക് സ്പെഷ്യലാണ്. എനിക്ക് ആദ്യം ഇതിലറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ് ഓട്ടിക്കേണ്ടത്, പേടിയായിരുന്നു കയറാനായിട്ട്. അപ്പം നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഗൈഡ് എല്ലാ നിർദ്ദേശങ്ങളും തന്നു. അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ട് മഴ ചാറി, അപ്പോഴാണ് ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിയത്. കാരണം മഴ നനയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ നിന്ന്, എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾക്ക് എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഇതുപോലെ സന്തോഷത്തോടെ ആഘോഷിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഞങ്ങൾ 2 പേര് 2 ഇടത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉള്ള സമയത്ത് ഞങ്ങൾ ഒന്നിച്ചായിരിക്കാനാണ് നോക്കാറ്. പ്രതീക്ഷിക്കാതെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു യാത്ര പോവുകയും ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ജ്വല്ലറി കയറി കേട്ടോ. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ സിനിമ കാണാനായിട്ട് കയറി. സിനിമ കണ്ടതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് മടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളെ വിഷ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും താങ്ക്സ് പറയാനായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ. താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ ബ്ലെസ്സിങ്സും പ്രാർത്ഥനയും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.